ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഐ ആം ദ വൺ ആൻഡ് ഓൺലി അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഒരു പഴയ ഗെയിമാണ്. ഒരു 10-40 വർഷം പഴക്കമുള്ള എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഗെയിമാണ്. ഇതിൻ്റെ പേര് സൂപ്പർ മാരിയോ ബ്രോസ്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു ചെറിയ ഗെയിം പ്ലേ, അതായത് ഒരു 3-4 സ്റ്റേജസ് മാത്രമേ കളിക്കുന്നുള്ളൂ, ഒരു അരമണിക്കൂറോളം. അപ്പോൾ വാ, നമുക്ക് ഗെയിം കളിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഇത് സൂപ്പർ മാരിയോ പ്ലേ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഈ ഗെയിം ഫ്രീ ആയിട്ട് ഇതിനകത്ത് കളിക്കാൻ പറ്റും. പോരാതെ ഇവിടെ ഈ കോർണറിലായിട്ട് ഇപ്പോൾ പൊങ്ങി വന്നതാണ്. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ലെവൽസ് സെലക്ട് ചെയ്ത് ആ ലെവൽ മാത്രമായിട്ട് പർട്ടിക്കുലർലി കളിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാം. ഇതിൻ്റെ ബേസിക് കൺട്രോൾസ് എല്ലാം നമ്മുടെ സാധാരണ സ്പേസ് ബാർ, അപ്പ് ഡൗൺ ആരോസ്, പിന്നെ ഇതിൻ്റെ പവർ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ ബട്ടണിൽ തന്നെ മറ്റേ ഒരു ഉണ്ട തുപ്പുന്ന സെറ്റപ്പ് ഉണ്ട്. നോക്കട്ടെ, എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കുഞ്ഞിനെക്കൊണ്ട് വല്ലാത്ത പ്രശ്നം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഈ ഗെയിമിനേക്കാളും ഫേമസ് ഇതിൻ്റെ ഈ സൗണ്ട് ട്രാക്കാണ്. എനിക്ക് കുറേ പേരുടെ റിംഗ് ടോണൊക്കെ ഈ സാധനം കേൾക്കുന്നത്. ക്വൈറ്റ് ഫേമസ് ആണ് ഈ സാധനം. ഇപ്പം നൈസ് വരെ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഉണ്ട തുപ്പുന്ന ആൾ. എന്തൊരു സാധനം ഉണ്ടല്ലോ. പോലെ പവർ ബൂസ്റ്റ് ആണ്. ഇപ്പോൾ പവർ ബൂസ്റ്റ് വെച്ചിട്ട് കാര്യമില്ല, നല്ല രസമാണ്. ഇതിപ്പോൾ മാനുവലി ഫോർവേഡ് ആണോ? അത് വല്ലാത്ത ചെയ്തായിപ്പോയല്ലോ. ഇനിയിപ്പോൾ ഞാൻ വെള്ളപ്പൂ എവിടെ തട്ടിയെടുക്കാവും. ഈ ആമച്ചാരെങ്ങനെ ഇതല്ല ഉദ്ദേശിച്ചത്. ഉദ്ദേശിച്ചത് മാറിപ്പോയി. അതും പോയി. ചാകുന്നാണോ നല്ലതോ? ഈ ചെവിയൊക്കെ ഇതിങ്ങനെ വന്നിരിക്കും. എൻ്റെ ഈ കുരങ്ങിനെ പോലെയാണ് അത് ചാണത്. സാരമില്ല. വലുതായിട്ട് പോകാം. ഇതാണ് അതിൻ്റെ കൂടെ ഓടിയുള്ളൊരു ഗുണം. എന്തൊരു യോഗമാണിത്. കിടന്ന് ചാവുകയാണല്ലോ. മച്ചനെ വെറുതെ വെച്ചാലും നിന്ന് ചാവും. സാരമില്ല, ഒരു ലൈഫും കൂടിയുള്ളൂ.
ഇത് കഴിയുമ്പോഴത്തേക്ക് ഗെയിം ഓവറാവല്ലോ. ഗെയിം ഓവറായി കഴിഞ്ഞാൽ ഒരു മ്യൂസിക് ഉണ്ട്, അത് കേൾപ്പിക്കാം. ചത്ത്. ചായ 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 കഴിഞ്ഞില്ലേ? നേരമില്ല, വാ. നേരമില്ലാത്ത നേരത്തെ നേരം പോയി കത്ത്. വലുത് ഇതിൻ്റെ ആർട്ട് വർക്ക് ഉണ്ട്, അതെല്ലാം സ്റ്റാറ്റിക്കാണ്. ഇങ്ങനത്തെ ഗെയിമിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ആകെ ഈ ക്യാരക്ടറും എനിമീസും മാത്രമേ മൂവ് ചെയ്യത്തുള്ളൂ. ബാക്കിയെല്ലാം ജസ്റ്റ് സ്റ്റാറ്റിക് ഒബ്ജക്ട്സിന് പോകുന്നു, അതെല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഗെയിംസിലുള്ള പോലെ ചുറ്റുപാടുള്ളതുമായിട്ട് വലിയ ഇൻട്രാക്ഷൻ ഒന്നും ഉണ്ടാകത്തില്ല. ഈ സാധനം വരാനാണ് നേരത്തെ നമ്മളവിടെ ചത്തിടുന്നത്. ഈ ഗെയിം ഇടക്കിടക്ക് തേങ്ങ. ഈടാണ് വേണ്ടായിരുന്നു. ചത്ത്. പവർ കിട്ടി എൻ്റെ ആകാശത്തിൽ ഓടിയതാ, വേണ്ടായിരുന്നു. ഇതാണ് പറയുന്നത്, കയ്യിൽ എന്തെങ്കിലും കിട്ടിയെന്ന് വെച്ച് എടുത്തിയാടൊന്നും ചെയ്യാൻ പാടില്ല, പണി പാളും. ചേട്ടാ ഇതിപ്പോൾ എത്ര കുറേ നേരം കളിച്ചിട്ട് ഈ 2 സ്റ്റേജിൽ നിന്ന് പോകുന്നില്ലല്ലോ. പ്രോ ഗെയിമർ ചവിട്ടിക്കൊല്ല. ഇപ്പം നേരമില്ല. ചത്ത്. ഇനി കുഞ്ഞ് ശരീരം വെച്ച് ഞാൻ പോകേണ്ടി വരും. ആഞ്ജനേയ സ്വാമി. സാരമില്ല, ഇതിപ്പോ ഞാൻ 3ാമത്തെ തവണ സെയിം ലെവൽ തന്നെ കളിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, പണ്ട് കളിക്കുന്ന സമയത്തും ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ, വലിയ മാറ്റമൊന്നുമില്ല ഇപ്പോഴും. ആകെ അറിയാവുന്ന ഇങ്ങനത്തെ കുറെ ഡിസൈൻ ഉണ്ടാക്കി വെക്കാമെന്നുള്ളതാണ്. ഷോജിട്ടിട്ട് പോയിരുന്നെങ്കിൽ അതെല്ലാം കത്താനെ. എനിക്കങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, പണ്ട് ഇത് തന്നെ അവസ്ഥ, ഇന്നും ഇത് തന്നെ അവസ്ഥ. എവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പെട്ട് കിടക്കും. എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ. ശിവനെ, അപ്പോ അതെടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, അത് തീരുമാനത്തിലായി. പോയാ അടിപൊളി. ലൈഫ് ഉണ്ട്,
10 ലൈഫുള്ളതിൽ 4 ലൈഫ് ഇവിടെ തന്നെയാണല്ലോ തീരുന്നത്. വലുതായിട്ട് നമുക്ക് അടുത്ത 4 പിടിക്കാം. രസമാണ് കളിക്കാനായിട്ട്. തിരിച്ചു വന്നില്ല. ഇത് സാധനം അവിടെ ഇടിച്ച് തിരിച്ചു വരണ്ടാണല്ലോ സാധനം. അതാണെന്നല്ലോ അതിൻ്റെ ഒരു ഇത്. അതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു സാധനം കിട്ടാണ്. ഇവിടെ ഇരിക്കുന്നു. വാ, ഒരു ലൈഫ് കിട്ടി. ഇവിടെ ഗ്യാപ്പ് അയ്യോ ഇവിടെ ഞാൻ ഓർത്ത് മറ്റേ നേരത്തെ കിട്ടിയ പോലത്തെ വല്ല ഗോൾഡ് കോയിൻസ് ഉള്ള ഇതിങ്ങനെ ചില പൈപ്പിൽ കൂടി കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ഗോൾഡ് കോയിൻ കിട്ടും. അത് കിട്ടും വിചാരിച്ച് തന്നതാണ്. പാളി ആമകൾ പറന്ന് കാണുന്നുണ്ടെങ്കിൽ അത് ഇവിടെയാണ്. ഓൻ്റെ പോലെ പറക്കുന്നാമ. ആമയുടെ ലക്ഷണം കണ്ടില്ലേ? ഇതൊക്കെ ഒരു ആമയാണോ എന്ന് തോന്നിപ്പോവും. പക്ഷെ ഇത് പണ്ട് കളിക്കുമ്പോൾ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ചാടുന്ന സമയത്ത് പുള്ളിക്കാരൻ ഗെയിം പോസ് ചെയ്യും. അപ്പോൾ ഈ സാധനം അവിടെ സ്റ്റക്ക് മിഡിലേറെ സ്റ്റക്ക് ആയിട്ട് പുള്ളി പ്ലേ ആക്കുമ്പോഴത്തേക്ക് നേരെ താഴ്പോകും. പുള്ളിയുടെ ഒരു മേജർ ടാക്ടിക് ആയിരുന്നു. പുള്ളിക്ക് പുള്ളി 2 പ്ലെയർ കളിക്കുമ്പോഴേ ഇങ്ങനെ ഉടായ്പൊക്കെ കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത് ഈ മാരിയോടെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതും വൻ കോമഡി. ഇതിനകത്ത് വേറൊരു സാധനം ഉണ്ട്. അതായത് ചില നേരത്ത് ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ അച്ഛൻ ചെറുതായി പോകും. അയ്യോ, അക്രമത്തിൽ ചാടി. അതേ പോണം. സെയിം സ്ഥലത്ത് ചെന്ന് പിന്നെയും ചാകാൻ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ തന്നെ പ്രശ്നമാണ്. ആവശ്യമില്ലാതെ ചാടിയിട്ടാണ്. ഇവൻ ബ്രേക്ക് പിടിച്ചാണോ പോകുന്നത്? വേണ്ട, ആരെ വിട്ട് അവിടെ ബ്രേക്ക് ഇട്ടാണ് നിൽക്കുന്നത് വെച്ചാൽ. 100 കോയിന് 200 രൂപ എന്തായിട്ടുണ്ടല്ലോ. ഇത് കോയിൻ കൗണ്ട് ചെയ്യത്തില്ലേ? അതെന്തൂടെ ഇപ്പം ഉണ്ട്. സൂക്ഷിച്ച് പേടി. സക്സസ്. ഇനി അവിടെ പോയിട്ട് വേണം.
ഭാഗ്യം, അങ്ങനെ കഷ്ടപ്പെട്ട ഒരു ലെവൽ തീർത്തിരിക്കുന്നു. ബെസ്റ്റ് സ്ഥലത്താണ് വന്ന് വെട്ടത്. അതായത് ഇതേ ഉടായ്പ സ്ഥലത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ടൈമിങ്, ഇത് ടൈമിങ് വെച്ചുള്ള പരിപാടിയാണ്. കാരണം സംഗതി ഇതിൻ്റെ ബോസിനെ കൊല്ലുക എന്നുള്ള ഇച്ചിരി ടാസ്ക്കാണ്. ഇവിടെ ഒരു മച്ചാനുണ്ട്. ഈ മച്ചാൻ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ മച്ചാൻ നമ്മളെ കണ്ടു കഴിഞ്ഞു, മച്ചാൻ തീരുപ്പോ അപ്പം നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന പരിപാടി വെച്ചാൽ പ്രിൻസസിനെ രക്ഷിച്ചേ. പ്രിൻസസ്സാണോ കൊച്ചാണോ? താങ്ക് യു മരിയോട്ടെ പ്രിൻസസ്. ഓക്കെ. ഇതിൻ്റെ കഥ പറയാൻ മറന്നുപോയി. ഇത് ആക്ച്വലി ഒരു രാജ്യത്ത് ഒരു രാജകുമാരി ഉണ്ടാവും. ആ രാജകുമാരിനെ എന്താണ്ടൊരു സാധനം തട്ടിക്കൊണ്ടുപോകും. അപ്പോൾ അതിനെ രക്ഷിക്കാനായിട്ട് അവിടുത്തെ മെയിൻ ഒരാളെ ഏൽപ്പിക്കും. അയാളാണ് മാരിയോ. ഇയാളുടെ ഒരു സഹോദരനുണ്ട്, ലൂയിജി. അപ്പോൾ പുള്ളിക്കാരൻ ഇതിൻ്റെ സെയിം ക്യാരക്ടർ തന്നെ, പച്ച കളർ, അതാണ് ലൂയിജിയോ. ഹണ്ടർ. അങ്ങനെ നമ്മളൊരു രാജകുമാരിനെ രക്ഷിക്കാൻ പോകുന്നതാണ്. സംഗതി ഇത് കുറേ കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ രാജകുമാരിനെ രക്ഷിക്കാനൊന്നും പോയിട്ടില്ല. ഞാൻ പകുതി തീർത്തുമ്പോൾ മടുത്തിട്ട് നിർത്തിയിട്ട് പോകും. വെറും എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? പക്ഷെ ഇതിൻ്റെ തന്നെ ഈ ഗെയിംസിന് ഇതിൻ്റെ വേറെ കുറച്ച് വേരിയേഷൻ ഉണ്ട്. അതായത് ഇതിൻ്റെ ഫ്രാഞ്ചൈസി ഗെയിംസ് ഇഷ്ടം പോലെ ഉണ്ട്. പുല്ലെന്താ ചാടി വരാത്തെ? പൊങ്ങൊരു കിട്ടിയതുണ്ട്. ഇതിനാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഇങ്ങനത്തെ ഒരു സ്ഥലത്തെത്താൻ പറ്റും. പോർട്ടൽസ്. അത് കാലം ഓർത്തപ്പോഴാണ് വേറൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഈസിയല്ല, കുറച്ച് കഴിയുമ്പോഴാണ് പച്ചത്തെ എന്താ സ്പ്രിങ്ങിനകത്ത് സാധാരണ സ്പ്രിങ്ങിനെ ചവിട്ടി മുകളിലോട്ട് തെറിച്ച് പോകണം. അത് പോത്തേയില്ല. എന്നാലും സാരമില്ല. ആക്സിലറേഷൻ ഓൺലി. വരും. ഇതാണ് കടൽ. എടാ മനുഷ്യനെ പോകാൻ സമയത്ത് ചത്ത്. ആകെ ഉണ്ടായിരുന്നൊരു ആയുധമായിരുന്നു, അത് പോയി കിട്ടി. നമ്മുടെ ഫ്ലാപ്പി ബേർഡ് കളിക്കുന്ന വഴിയില്ലേ, ചത്ത്. അത് ശരിയാണല്ലോ, ആ മീനിനെ കണ്ടിട്ട് ഫ്ലാപ്പി ബേർഡിനെ പോലില്ലേ?
ഫ്ലാപ്പി ബേർഡ് കളിക്കുന്നവർ തന്നെയുണ്ട്. ഞമ്മർ ഈ ഗെയിമിൽ കണ്ടിട്ടാണോ ഫ്ലാപ്പി ബേർഡ് ഉണ്ടാക്കിയത്? നെക്സ്റ്റ്. ദൈവം ഫ്ലാപ്പി ബേർഡ് ചാറാവാറ പുല്ല് എക്സ്പ്രസ് ഹൈവേലിട്ട് ഓടിക്കേണ്ടി വരില്ല അതിനെ. ക്യാമറ ചാടുമ്പോൾ കൂടെ ചാടിയതാണ്. ചാടാം. സോഫാറാണ് എനിക്ക് മനസ്സിലായത്. ക്യാമറയുടെ കൂടെ ചാടിയാലും പ്രശ്നം. പുതിയ ടാക്ടിക്സ്. അങ്ങോട്ട് കൊണ്ട് മാറി കളിക്കരുത്. ഓടാ, ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോട്ടെ. കുഞ്ഞ് ശരീരം വെച്ച് പോകേണ്ടി വരും മിക്കവാറും. ഏറ് കഴിഞ്ഞു. ശരീരം വലുതാക്കി അതായത് നന്നായി. ഇല്ലായിരുന്നു പെട്ടേനെ. വാ നെക്സ്റ്റ്. കാമോണ്ട്ര മകേഷ് അത് കഴിഞ്ഞ്. ഓ സ്കീം. ടാസ്കല്ല. ഡേവ് ഡേവ് കളിച്ച് ചേർക്കുന്നത് പിന്നെയാണിത്. ഈ ചത്ത് സാരമില്ല. അവിടെ എന്തോ സാധനം ഇടിക്കില്ല ഒട്ടും എന്തോ ചെയ്യാമായിരുന്നു. ഓ ഇവിടെയുമില്ല, അവിടെയുമില്ല, ഇവിടെയുമില്ല. അത് ടാസ്ക് വേണ്ടായിരുന്നു. കുറച്ച് വെയിറ്റ് ചെയ്തിരുന്ന പ്രശ്നമില്ലായിരുന്നു. അത് എറിയാന്നായിരുന്നു പ്രശ്നം.
ഒന്നുമില്ല. ഉണ്ട ഉണ്ടായിരുന്ന തുപ്പി ഇവിടായിരുന്നു. എവിടെ വന്നാലും പണിയാണല്ലോ. ഒന്നും കൂടി ചത്ത് കഴിഞ്ഞാൽ ഈ പരിപാടി നിർത്തി വെച്ച് പ്രഖ്യാപിക്കും. പോടാവുന്നു. ചത്ത്. അപ്പോൾ തീരുമാനത്തിലായി. അപ്പോൾ ഇന്നത്തെ കളി സാരമില്ല, ഇനി തൽക്കാലം നിർത്തി വെച്ചിട്ട് വേറെന്തേലും പണിക്ക് പോയി എനിക്ക് ഭ്രാന്ത് പിടിക്കും. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു രസം. കാരണം അത്രയും പഴയ ഗെയിമാണ്. ഓക്കെ, 1985 ഇറങ്ങിയ ഗെയിമാണ്. സ്റ്റിൽ ഇറ്റ്സ് റീഫ്രഷിങ്. അപ്പോൾ അതൊക്കെയാണ് ഈ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത്രയാണ് ഈ ഗെയിമിൻ്റെ നമ്മൾ ഇന്ന് കളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഗെയിം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കുറച്ചുകൂടി നല്ല ഗെയിംസ്, അതായത് അധികം ആൾക്കാർ അധികം കളിച്ചിട്ടില്ലാത്തതോ നമ്മുടെ നാട്ടിലധികം ഫേമസ് അല്ലാത്തതുമായ കുറേ ഗെയിംസ് ഉണ്ട്. പിന്നെ വിഷ്വലി കുറച്ച് വിയേർഡായിട്ടുള്ള ഗെയിംസ് ഉണ്ട്. അതായത് കുറേ നേരം നമുക്ക് നോക്കിയിരിക്കാൻ പറ്റാത്തത്. എന്നുവെച്ചാൽ ക്രൂവൽറ്റി അല്ല, പക്ഷേ അതിൻ്റെ ഡിസൈൻ അങ്ങനെയാണ്. സോ അങ്ങനെയുള്ള കുറച്ച് ഗെയിംസ് കൂടി നമുക്ക് പരിചയപ്പെടാം. സോ എല്ലാവർക്കും ഇങ്ങനത്തെ കണ്ടൻറ്റ്സ് ഇഷ്ടമാണെങ്കിൽ യു ക്യാൻ സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ബൈ ബൈ.